എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു 3 വ്ളോഗ് എഡിറ്റ് ചെയ്യാനുണ്ട്. അതിൽ ഒരെണ്ണം ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. റൈറ്റ് ചെയ്താൽ മതിയായിരുന്നു. 2 എണ്ണം കൂടി പെൻഡിങ് ഉണ്ട്. പക്ഷേ എൻ്റെ ലാപ്ടോപ്പ് കേടെന്ന് പറഞ്ഞാൽ അതിൻ്റെ കീപാഡ് ഉണ്ടല്ലോ സ്റ്റക്ക് ആവുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അത് വിൻഡോസ് അപ്ഡേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലം ആയിരിക്കും. പക്ഷേ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ കമ്പ്യൂട്ടർ ശരിയാക്കുന്നിടത്ത് കൊണ്ട് കൊടുത്തപ്പോൾ അവർക്കൊരു സംശയം കീപാഡിൻ്റെ ആയിരിക്കുമെന്ന്. ഞാൻ ആദ്യം ഏസറായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കുറേ വർഷങ്ങൾ യൂസ് ചെയ്തു കേട്ടോ, ഒരു കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത് മേടിച്ചപ്പോഴും ഏസർ തന്നെയാണ് മേടിച്ചത്. അത് കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള i5ൻ്റെ നല്ലതാണ് മേടിച്ചത്. പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് അതിൻ്റെ ഇഷ്ടപ്പെട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് പ്രോബ്ലംസ് ഇങ്ങനെ ഓരോന്ന് വരുന്നുണ്ട്. പിന്നെ ലാപ്ടോപ്പല്ലേ, നമുക്ക് എപ്പോഴാണ് പ്രശ്നം വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ എന്തായാലും അത് ഇപ്പം നല്ല രീതിയിൽ അങ്ങോട്ട് വർക്കാവുന്ന ഇതിന് മുമ്പും ഒരു 4-5 മാസത്തിന് മുമ്പ് ഫോമാറ്റ് ചെയ്തായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഒരു 4-5 മാസമേ കഴിഞ്ഞ മെയ്യിലായിരുന്നു, എനിക്ക് മെയ് അവസാനമായിരുന്നു അത് ഫോമാറ്റ് ചെയ്തത്. ഇപ്പോൾ വീണ്ടും കൊണ്ടുപോയി കൊടുത്തു. ഇന്ന് പിന്നെ ശനിയാഴ്ച ആയതുകൊണ്ട് ചിലപ്പോഴും ഇന്ന് കിട്ടാൻ ചാൻസ് കുറവാണ്. നോക്കട്ടെ എന്ന് പറഞ്ഞു. മിക്കവാറും ഇന്ന് കിട്ടത്തില്ല. അവരുടെ പറച്ചിൽ കേൾക്കുമ്പോഴേ അറിയാം ഇന്ന് കിട്ടത്തില്ല. ഇനിയിപ്പം ഞായറാഴ്ച ഓഫാണ്, തിങ്കളാഴ്ചയെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അത് കിട്ടാതെ എൻ്റെ ആ പഴയ വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ക്യാമറയിൽ ഷൂട്ട് ചെയ്തതെല്ലാം അതിനകത്താണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സിസ്റ്റത്തിൽ കിടക്കുവാണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പോൾ. അതുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് ഞാൻ മൊബൈലിലാണ് എടുക്കുന്നത് കേട്ടോ. മൊബൈലിൽ ഞാൻ അങ്ങനെ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം ഫ്രണ്ട് ക്യാം ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വലത്തേ കൈ ഇടത്തേ കൈയായിട്ട് തോന്നും, ഇടത്തേ കൈ വലത്തേ കൈയായിട്ട് തോന്നും. പിന്നെ ഫ്രണ്ട് ക്യാം നോക്കി സംസാരിക്കണമല്ലോ. അങ്ങനെ സംസാരിച്ചെങ്കിലേ എനിക്കും പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. പിന്നെ ചെറിയ ചെറിയ വീഡിയോസ്, കുക്കിംഗ് വീഡിയോസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്, ക്യാമറയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇത് എഡിറ്റ് ചെയ്തിട്ടതിന് ശേഷമേ മറ്റേതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഞാൻ വിചാരിച്ച് ഇടി വെട്ടുവാന്ന്. ഇടിയല്ല, വണ്ടി പോകുന്നയാ. അതോ ഇടി വെട്ടിയതാണോ? എന്ത് വണ്ടി പോയെന്നോ? ഞാൻ വിചാരിച്ച് ഇടി വെട്ടിയതാണെന്ന്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ലാപ്ടോപ്പൊക്കെ കൊടുത്തിട്ട് വന്നു. പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. കുറേ പച്ചക്കറികൾ മേടിക്കണം. ഞാനങ്ങനെ പുറത്തോട്ടൊന്നും അധികം പോവാറില്ലല്ലോ, പോകുമ്പോൾ മാത്രമല്ലേ മേടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു, കാണിക്കാം. അപ്പോൾ അതിനകത്ത് പടവലങ്ങ, അത് തോരൻ വെക്കാൻ പോവാണ് കേട്ടോ. പടവലങ്ങ രാവിലെ പോയിട്ട് ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നത്. കാരണം കടയിൽ ഇച്ചിരി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു. ഒത്തിരി സമയം അവിടെ പോയി. പിന്നെ പച്ചക്കറി മേടിക്കുന്നിടത്ത് കുറേ സമയം പോയി. പച്ചക്കറിക്കൊട്ട നിറഞ്ഞു. വെണ്ടയ്ക്ക, ക്യാരറ്റ്, തക്കാളി, മുരിങ്ങ, ബീട്രൂട്ട്, ഇഞ്ചി, പച്ചമുളക്, ക്യാബേജ്, പിന്നെ കുറച്ച് പിണ്ടി ഇരിപ്പുണ്ടത് തോരൻ വെക്കണം. പിന്നെ കാക്കിടി, അതായത് സാലഡ് വെള്ളരി എല്ലാം ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. പച്ചക്കറികളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഒതുക്കി വെച്ചു. അപ്പോൾ അതിനകത്ത് പടവലങ്ങ തോരൻ വെക്കാം. ഇത് മൊത്തം എടുക്കാം. അതിനകത്ത് ചെറുപയറിഞ്ഞെടുത്തതാണ്. പടവലങ്ങ ശരിയാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് കറി വെക്കാൻ എന്തെങ്കിലും വേണമല്ലോ. ഇതാകുമ്പോൾ പെട്ടെന്ന് ചടപടേന്ന് അങ്ങ് മതിയോ? ഇത്ര കറി വെക്കാം. രാവിലെ ചർച്ചിൽ പോണം. ലാപ്ടോപ്പ് വിൻഡോസ് അപ്ഡേറ്റ് ചെയ്ത് കിട്ടണം. ഒരു പയർ കറി, സാധാരണ പരിപ്പ് കറി വെക്കുമല്ലോ. ഞാൻ നേരത്തെ ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറേ പേര് ഇത് ട്രൈ ചെയ്ത്, പ്രത്യേകിച്ച് ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർ ഭയങ്കര ഈസി കറിയാണ്, അവർ മിക്കവാറും ചെയ്യാറുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. സാധാരണ പരിപ്പ് കറി എന്ന് പറയുന്നത് ഇത് പയർ വറുത്ത് അത് കല്ലേൽ എങ്ങനെയാണ് വറുത്ത് പൊടിക്കുന്നതെന്ന് പറയത്തില്ലേ, അതിൻ്റെ തൊലി കളയത്തില്ലേ, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാനിപ്പോൾ അങ്ങനൊന്നും അല്ല, സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. മേടിക്കണം ജോസ, തീരാറായത്. എക്സ്പയറി ഒന്നും ആയില്ല, അത് ഞാൻ നോക്കുന്നുണ്ട്.
പെട്ടെന്ന് നിന്ന നിപ്പില് ഗ്യാസുകാര് വരുന്നെന്ന് പറഞ്ഞ് എന്നെ ഓടിച്ചിട്ടോണ്ട് വന്നതല്ലേ. അപ്പൊ പയറ് കഴുകി അങ്ങോട്ടിട്ടു. അവിടെ കരിയാപ്പല ഇല്ലായിരുന്നു, കുറെ ഉണങ്ങിയ ചന്തയായിരുന്നു. പറഞ്ഞിട്ടെന്തോ കാര്യം? അതല്ല, നീ എവിടെ ചൂര കണ്ടേ? ചൂര ഞാൻ അവിടെ കണ്ടു. നീ പറഞ്ഞു മുട്ടൻ ചൂര ഇരിക്കുന്നു. സ്വപ്നം കണ്ടോ യോസ? വണ്ടിയെ വന്നപ്പോ എന്ത് വന്നീ പറഞ്ഞു? ചീര. ചീര ചീരയാണോ? ഞാൻ മുട്ട ചൂര കണ്ട്. നല്ല ചുമന്ന ചീര ഇരിക്കുന്നെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നല്ല ചുമന്ന ചൂര ഇരിക്കുന്നു. ചന്ത മീനുണ്ടാക്കി ഉണ്ടായിരുന്നു. അപ്പം അത് ഈ പയറൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 വിസിൽ. എൻ്റെ കുക്കറിൽ ആ 2-3 വിസിൽ മതിയേ. അപ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിന് വേണ്ടി ചോപ്പറിനകത്തിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. തേങ്ങ തിരുമ്മി തരുമോ? തോരൻ വെക്കാനുള്ള പാത്രത്തിലോട്ട് തന്നെ ഇടാം. നോക്കി എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയത്. എൻ്റെ അടുത്ത് കുറേ പേര് ഈ ചോപ്പറിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ഞാൻ പല വ്ളോഗിലും പറഞ്ഞിട്ടുള്ളതാ. അകാരോടെ ചോപ്പറാണിത്. നല്ല ചോപ്പറാണ് കേട്ടോ. ഞാൻ എല്ലാം ഇതിനകത്താണ് ചെയ്യുന്നത്. കൈ മുറിക്കരുത്, അത് നല്ല മൂർച്ചയുള്ളതാണ്. നല്ല മൂർച്ചയുള്ള എന്തുവാ ചിരവയാ. ബാലവേല തുടങ്ങി കേട്ടോ. എന്തുവാ ബാലവേല? അയ്യോ, ഞാൻ ആ സമയം കൊണ്ടേ ബാക്കി ചെയ്യാമല്ലോ എന്ന് വെച്ചാ. എന്തെങ്കിലും പറയാനുണ്ടോ? എന്തേലും പറയാനുണ്ടോ? എന്തേലും മനഃപൂർവ്വം ആക്ഷൻ കാണിക്കല്ലേ യോസ്യ? മനഃപൂർവ്വം ഞാൻ ആക്ഷൻ കാണിക്കുന്ന എന്തിനാ? അയ്യോ, പച്ചമുളക് കൂടി ഇടുവാണ്. അപ്പൊ ഇനി ഇതിലേക്ക് തന്നെ ഞാൻ തോരൻ പല രീതിയിൽ ചെയ്യാറുണ്ട്. കടുതാളിച്ചും ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ കടുതാളിക്കുന്നില്ല കേട്ടോ. തേങ്ങ, എന്നിട്ട് ഈ കറിവേപ്പില ഇല്ല. വെളുത്തുള്ളി സാധാരണ ഞാൻ ഇതിൻ്റെ കൂടെ ചോപ്പ് ചെയ്യാൻ നേരം ഇടുക ചെയ്യുന്ന, മറന്നുപോയതാണ്. ഉപ്പ് ലാസ്റ്റ് ചേർത്താലും മതി. ഇട്ട് കഴിഞ്ഞാണ് ഓർത്തത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, ഞാനിപ്പോൾ തോരനുകൾക്കെല്ലാം ലാസ്റ്റിലാണ് ഉപ്പ് ചേർക്കുന്നത്. വെള്ളമൊക്കെ ഇറങ്ങി സെറ്റായ ശേഷം. ആദ്യമേ ഉപ്പ് ചേർത്താൽ കുറെ കൂടുതലായിട്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ ജീരകം വേണ്ടവർക്ക് ചേർക്കാൻ, ഞാനിപ്പോൾ ചേർക്കുന്നില്ല. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതൊരു എളുപ്പത്തോരൻ. ഇപ്പം എന്താ തോരനൊക്കെ തേങ്ങ എത്രയും ഇടുന്നു അത്രയും നല്ലത്. ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ആ പടവലങ്ങയുടെ വെള്ളം, ഉള്ളിയുടെ വെള്ളമൊക്കെ ഇറങ്ങും, അത് മതി. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം കടു താളിച്ചിട്ട് ഇവ എല്ലാം കൂടി ഇട്ട് ഇളക്കി വേണമേ അങ്ങനെ ചെയ്യാം. കടു താളിച്ച ശേഷം
പടവലങ്ങയും സവാളയും മാത്രം ഒന്ന് ഉപ്പിൽ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയ ശേഷം ആ വെള്ളമൊക്കെ ഒന്ന് പോയ ശേഷം മസാല ഇട്ടാലും മതി. അപ്പോൾ എങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ. കുറേ പേര് എൻ്റെ അടുത്ത് പറയുന്നതാണ് ബാച്ചിലേഴ്സിനെ പറ്റിയ റെസിപ്പി ഇടണേ. അതായത് വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തിട്ട് പോകാൻ പറ്റുന്ന കറികളോ തോരനുകളോ ഒക്കെ ഇടണേന്ന്, ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് ചെയ്യണേന്ന്. എൻ്റെ ചാനലിൽ വീഡിയോസ് വ്ളോഗ് നോക്കിയാൽ എല്ലാം അങ്ങനെയുള്ള റെസിപ്പികളാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന തട്ടിക്കൂട്ട് റെസിപ്പികളാണ് നമ്മുടെ ചാനലിൽ മൊത്തവും ഞാൻ ഇട്ടിട്ടുള്ളത്. ഇനി ഇത്തിരി ചിക്കനും ഇച്ചിരി റൈസും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മസാല റൈസ്, ചിക്കൻ റൈസ്, ചിക്കൻ ബിരിയാണി എന്ന് പറയാം, ഫ്രൈ റൈസ് എന്ന് പറയാം, എങ്ങനെ വേണേലും പറയാം. അങ്ങനെയുള്ള റൈസുകളൊക്കെ ധാരാളം ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റിയുമാണ് കഴിക്കാൻ. നിമിഷ നേരം, ഒരു 10 മിനിറ്റ് പോലും വേണ്ട ഉണ്ടാക്കാൻ. അങ്ങനെയൊക്കെയുള്ള റെസിപ്പികൾ ഏത് വ്ളോഗ് നോക്കിയാലും അതിനകത്തെല്ലാം അങ്ങനെയുള്ള റെസിപ്പികളാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഒന്ന് നോക്കിയാൽ മതി. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാൻ ഭയങ്കര ഹെവി ആയിട്ടുള്ള റെസിപ്പികളൊന്നും നിങ്ങൾക്ക് തരാറുമില്ല. ഈവൻ കുക്കിങ്ങിന്റെ മാത്രമായിട്ടാണ് ഇടുന്നതെന്നുണ്ടെങ്കിലും വളരെ ഈസി ആയിട്ടുള്ളതേ ചെയ്യാറുള്ളൂ. പിന്നെ എന്താണ്, സെപ്പറേറ്റ് ആയിട്ട് എൻ്റെ അടുത്ത് വ്ളോഗ് ഏതാണെന്ന് ചോദിച്ചാൽ, റെസിപ്പി ഏതിനകത്താണെന്ന് ചോദിച്ചാൽ എനിക്കും പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഇതിനൊന്നും പേരും ഇട്ടിട്ടില്ല. അപ്പോൾ ഒന്നേ ചെയ്യാൻ പറ്റും, എല്ലാ വ്ളോഗുകളും കാണുക. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പി ഏതാണോ അതൊന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക. അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്ലേലിസ്റ്റ് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ഇട്ട് വെച്ചാൽ മതി. എപ്പോൾ വേണേലും കാണാമല്ലോ. ഇപ്പോൾ ഇതൊന്ന് ആവി വന്നു തുടങ്ങി. തേങ്ങ ഇത്തിരി കുറവാണ്. ഒരു 3-4 വിസിൽ വരുത്തി ഇതാ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉടയ്ക്കാൻ നേരം ഇച്ചിരി ഉപ്പൂടെ ചേർത്ത് ഉടയ്ക്കാം. പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. വെള്ളമൊക്കെ കറക്റ്റ് പരുവായിരുന്നു. അപ്പോൾ ഇത് ഉടയ്ക്കുന്നത് നിങ്ങൾക്ക് നല്ലോണം ഉടയ്ക്കണമെങ്കിൽ അങ്ങനെ ഉടയ്ക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ഉടയ്ക്കാറില്ല. എനിക്ക് ഇത്തിരി പരിപ്പും കൂടെ വേണം, ഇത്തിരി ഉടയുകയും വേണം. ആ പരിവ് പരിപ്പ് കറിക്ക് അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, കൊച്ചുള്ളി ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കണം. ഒത്തിരി അങ്ങ് എന്താ പറയുന്നത്, മഷി പോലെ അരയേണ്ട, ഒരു 85%. നമ്മുടെ തോരനും റെഡിയായിട്ടുണ്ട്. വെന്ത ശേഷം ഞാൻ ഇത്തിരി വെള്ളം വറ്റാനായിട്ട് തുറന്നൊന്നിട്ടിരുന്നതാ. ലാസ്റ്റ് ഇത് കടു താളിക്കണമെങ്കിൽ താളിക്കാം, വെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം. ഞാനിപ്പോൾ ഒരു ലേശം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഒരിത്തിരി, ഒരു 1/2 ടീസ്പൂൺ പോലും ഒഴിച്ചിട്ടില്ല. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് കടു താളിച്ചൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാമേ, അതാണ് ടേസ്റ്റും. തോരൻ റെഡിയായി. പരിപ്പ് വെന്ത് ഉടച്ച് ഞാൻ ദാ ഈ കലത്തിലോട്ട് മാറ്റിയിട്ടുണ്ടേ. കലം അല്ലെ കുടം. ഇനി അരപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് കൊഴുപ്പനുസരിച്ച് വെള്ളം ചേർക്കാം. ഞാൻ ഉടച്ചിരിക്കുന്നത് കണ്ടോ, കുറച്ച് പയറും കുറച്ച് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടമാണേ. ഇനി അരപ്പ് നന്നായിട്ട് വേവണം. വെള്ളം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കറിയുടെ കൊഴുപ്പനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇരിക്കും തോറും കുറുകുന്ന ഒരു കറിയും കൂടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വെള്ളം വേണം. ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. മറ്റേ റെസിപ്പി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ എന്താണ്, പഴയ കാലത്തെ അമ്മച്ചിമാരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. പയറ് വറുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ 1-2 വ്ളോഗിൽ ഇത് കാണിച്ചിട്ടുണ്ട്. കുറേ പേര് ഇത് ട്രൈ ചെയ്ത റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, എളുപ്പമാണെന്നൊക്കെ പറഞ്ഞിട്ട്. കറി തിളച്ച് തുടങ്ങി. അരപ്പൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി കടു താളിക്കാനായിട്ട് നോക്കാം. ഇപ്പോൾ കടു താളിക്കാൻ വെളിച്ചെണ്ണ തന്നെ എടുക്കണേ, അതാണ് ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, കൊച്ചുള്ളി, പച്ചമുളക്, മുളക് മൂത്തു. ഒത്തിരി കളറിന് വേണ്ടി മുളക് പൊടി ഇടുന്നത്, ഒത്തിരി വേണ്ട. കറിവേപ്പില ഇല്ലാഞ്ഞുകൊണ്ടാണ് ഇടാഞ്ഞേ. കറിവേപ്പിൻ്റെ തൈ ഉണ്ട്, പക്ഷെ അതിൽ നിന്ന് എടുക്കണ്ടെന്ന് വെച്ചു. ഇനി ഇതൊന്നിട്ട് കൊടുക്കാം.
പരിപ്പ് കറി, തോരൻ, പപ്പടം, മുളക് വറുത്തത്. ജോസാൻ്റെ കഴിപ്പ് സ്ഥലം. പരിപ്പ്, പപ്പടം, തോരൻ. അച്ചാർ വേണ്ടേ? ഒന്നും പറയാതിരിക്കുന്നേ. ചോറിനിട്ട് നാടൻ ഫുഡാണ്. മീൻ ഇരിപ്പുണ്ട്, പക്ഷെ അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് അതിൻ്റെ ഐസ് പോകാനൊക്കെ ടൈം എടുക്കും. മീൻ എനിക്ക് അതിലേ പൊതിഞ്ഞുണ്ടാക്കാൻ. മുളക് ജോസൻ അതുപോലെ അവിടെ വെക്കുക. നല്ല എരിയുള്ള മുളകാണ്. ജോസൻ തന്നെയാണ് മേടിച്ചോണ്ട് വന്നേ. എന്നിട്ട് അതിൻ്റെ ആ തണ്ട് മാത്രം കടിച്ചേച്ച് അവിടെ വെക്കും. മുളകിൻ്റെ എവിടെ കടിക്കുന്നത് ജോസൻ ഒന്ന് സൂം ചെയ്യട്ടെ. ജോസൻ മുളകിൻ്റെ എവിടെ കടിക്കുന്നത്? ആ തണ്ടുണ്ടല്ലോ, വാല്, അതാണ് ജോസൻ കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പെട്ടെന്നുള്ളൊരു വ്ളോഗായിരുന്നു. ചെറിയൊരു കോമ്പിനേഷൻ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പരിപ്പും പപ്പടവും ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നുമേ വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ മേളിൽ ചൂട് പരിപ്പ് കറിയുടെ മേളിൽ ഇത്തിരി നെയ്യൂടെ ഇട്ടാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. ഞാനിവിടെ പോയി കഴിക്കട്ടെ. പിന്നെന്താ, കൂട്ടത്തിൽ ഒരു ഉണക്കമീൻ വറുത്തതോ മറ്റേ പച്ചമീൻ വറുത്തതോ ഉണ്ടെങ്കിൽ, ഫ്രൈ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. വേറെ വിശേഷങ്ങളൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, മറ്റേ വ്ളോഗ് 3 എണ്ണം എൻ്റെ ലാപ്ടോപ്പിലാണ്. അതിനി ലാപ്ടോപ്പ് ശരിയായെങ്കിലേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുവരെ ഇങ്ങനെ മൊബൈലിലെടുത്ത് ഞാൻ വീഡിയോ ചെയ്യാമേ. അപ്പോൾ പിന്നെ കാണാം. ടാറ്റാ. തിന്നു കഴിഞ്ഞു.